ഇപ്പം നമ്മൾ ഒരു പാട്ട് പഠിച്ചു പറയുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ പാട്ട് പാടുമ്പോഴോ എനിക്ക് മോനിലുള്ള ഏറ്റവും പ്ലസ് പോയിന്റ് തോന്നിയത് എന്താ അറിയോ, അവൻ അങ്ങ് ഭയങ്കര ആസ്വദിച്ച് അവൻ പാടുന്ന പാട്ടിനകത്ത് ഒരു ലൈവ്നെസ് ഉണ്ട് അല്ലേ, അതിന് ജീവൻ കൊടുത്താണ് പാടുന്നത്. അത്ര ആ ഒരു കുഞ്ഞു കാര്യങ്ങൾ പോലും ആ ഒരു ഏറ്റക്കുറച്ചിലും ആ ഒരു ഫീലിങ്ങും എല്ലാം ഭയങ്കരമായിട്ട് വരുന്നുണ്ട്. ഇതൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഈ കീനായിട്ട് ശ്രദ്ധിക്കുമോ? എനിക്ക് സത്യം പറഞ്ഞ ആവേണ്ടത് മ്യൂസിക് കമ്പോസർ ആവണമെന്നാണ്, മ്യൂസിക് കമ്പോസർ. അപ്പോ കുറച്ച് ഇപ്പൊ പഠിച്ചു വരുന്നുണ്ട് ഇൻസ്ട്രുമെന്റ്സ്. ഏത് ഇൻസ്ട്രുമെന്റ് ഇഷ്ടം കൊച്ചിന്? എനിക്ക് ഏറ്റവും ഇഷ്ടം ഡ്രംസ് ആണ്. അപ്പോ ഞാനിപ്പോ പഠിച്ചു വരുന്നുണ്ട് കീബോർഡ്. ഇങ്ങനെ കീബോർഡ് ഇപ്പൊ പഠിച്ചു തുടങ്ങി. എല്ലാ ഇൻസ്ട്രുമെന്റ്സും പഠിച്ചിരിക്കണം എന്നും ഉണ്ട് ആഗ്രഹം അല്ലേ? ഓക്കെ, മോക്കോ? എനിക്ക് വയലിൻ ഇഷ്ടം, പഠിച്ചു തുടങ്ങിയിട്ടില്ല, പഠിക്കണം. എവിടെയൊക്കെ പോയി? ആക്ച്വലി ഞാൻ ഫസ്റ്റ് ട്രിപ്പ് സൗത്ത് ആഫ്രിക്ക ആയിരുന്നു പോയത്. അപ്പോ സെക്കൻഡ് ട്രിപ്പ് ഞാൻ ലണ്ടൻ പോയി. പിന്നെ മൂന്നാമത്തെ ട്രിപ്പില് ഞാൻ ദുബായ് പോയായിരുന്നു. പിന്നെ നാലാമത്തെ ട്രിപ്പിലാണ് ഞാൻ ദോഹ പോയത്. ഈ 4 സ്ഥലങ്ങളിൽ മാത്രമേ ഞാൻ പോയി. ഓക്കെ, ഭയങ്കര ക്ലാപ്സ് അതൊക്കെ കിട്ടുമ്പോ കൊച്ചിന് എന്നാ ഫീൽ ചെയ്യുന്ന പറഞ്ഞാ എന്താ ഒരു ഈ ടിവിയിൽ കാണിച്ചപ്പോ എന്തോ വേൾഡ് കപ്പ് ഒക്കെ കിട്ടുന്ന ആ മ്യൂസിക് വെച്ചാണ് ഇതില് ചെയ്തേക്കുന്നത്. അപ്പൊ അതുപോലെ തോന്നി. അതേപോലെ ഭയങ്കര എന്തോ ഞാൻ അച്ചീവ് ചെയ്തു എന്നുള്ളൊരു സന്തോഷം തോന്നി അല്ലേ? ഓക്കെ. ചേച്ചിയുടെ പാടുമ്പോ എപ്പോഴും ചേച്ചിയെ കറക്റ്റ് ചെയ്തിട്ടുണ്ട്? അങ്ങനെ ഞാൻ അങ്ങനെ പറയാറില്ല, എനിക്ക് അത്ര ഉള്ള പ്രായമായിട്ടില്ല. അത് അല്ല, സത്യം പറഞ്ഞ ഗുരു ഇതാ. അതുകൊണ്ട് ഗുരുവിനോട് ചോദ്യം ചെയ്യാൻ പാടില്ല അല്ലേ? പിന്നെ ഈ പെർഫോമൻസ് എല്ലാം ചെയ്യല്ലോ നമ്മള്, പല രാജ്യത്ത് പോകുന്നുണ്ട്, പല സ്ഥലത്ത് പാടി, അപ്പൊ പലതരം ഫാൻസ് ആണ് അല്ലെ? മോന് ഇഷ്ടമുള്ളത് എല്ലാരും ഇപ്പം അമ്മമാരാണെങ്കിലും ഈ ഒരു നല്ലൊരു ഫാനിന്റെ ഒരു എന്താ പറയാ, ഒരു ഫാൻ വന്ന് മോനെ സംസാരിക്കുന്ന ഒരു നല്ലൊരു മെമ്മറി അല്ലെങ്കിൽ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ കൊച്ചിന് സ്റ്റേജിലോ? കൊറേ പേര് വന്ന് സംസാരിക്കുമ്പോ ഭയങ്കര ഇതായിരുന്നു. പിന്നെ ഒരു പ്രാവശ്യം അവിടെ ഒരു പാല വരെ പോയ സമയത്ത് ഒരു അപ്പൂപ്പൻ വന്നു. അപ്പൊ അത് ഭയങ്കര അപ്പൂപ്പൻ വന്നിട്ട് മോനെ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര അവരുടെ സ്നേഹം കാണുമ്പോ ഭയങ്കര സന്തോഷം. സത്യം. ആക്ച്വലി ശരിക്കും പറഞ്ഞ ഫാൻ, ഞാനിപ്പം മോനോട് പറയുകയാണെങ്കിൽ ഫാൻസിനെക്കാട്ടിലും കൂടുതൽ ഞാൻ പറഞ്ഞ ഇപ്പം അനിയത്തിമാരായാലും ചേച്ചിയായാലും ഇപ്പൊ അമ്മമാരായാലും അച്ഛന്മാരായാലും ആരായാലും ഒരു കുഞ്ഞിനോടുള്ള ഒരു ബ്ലെസ്സിങ്, സ്നേഹം ആണ് ഏറ്റവും കൂടുതൽ കുഞ്ഞിനോട് വരുന്നത്, ഒരു ഇഷ്ടമുണ്ടല്ലേ? പിന്നെ ചില പേര് ഫോൺ വിളിച്ചിട്ട് ക്യാൻസർ പേഷ്യൻസ് ഒക്കെയാന്ന് പറഞ്ഞിട്ട് അവര് പാട്ട് കേൾക്കുമ്പോ ഭയങ്കര ആശ്വാസം തോന്നാറുണ്ട് ആ സമയത്ത് എന്നൊക്കെ പറയുമ്പോ ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്. ആ സമയത്തൊക്കെ അങ്ങനെ ഒരു ഇത് ചെയ്യാൻ. ഒരു പാട്ട് പെർഫോം ചെയ്യുമ്പോ മോൻ എത്ര പ്രാവശ്യം പാട്ട് കേൾക്കും? ഞാന് ഇന്നാണ് പാട്ട് കിട്ടിയെന്ന് വെച്ചോ. അപ്പോ ഇന്ന് പാട്ട് കിട്ടിയെങ്കിൽ ഇന്ന് മൊത്തം ഇതായിരിക്കും കേൾക്കുന്നത്. പിന്നെ നാളെ തൊട്ട് ലിറിക്സ് എഴുതും. പിന്നെ എനിക്കിപ്പോ 5 ദിവസമുള്ളെന്ന് വെച്ചോ. ഇപ്പൊ ഒരു ദിവസം പാടി, ഒരു ദിവസം പാടി, ഒരു ദിവസം പാടി, ഒരു ദിവസം പാടി, 4 ദിവസം പാടി കരയൊക്കെ ഇട്ട്. ഓക്കെ, അപ്പൊ 5ാമത്തെ ദിവസത്തിൽ ഇത് കോൺഫിഡന്റ് ആയിട്ട് അടുത്ത പാടുക. ഓ, അത് ശരി. 4 ഡേയ്സിന്റെ ഇടയിൽ ആരെങ്കിലും കൂട്ടുകാരൊന്നും വിളിച്ചാ കളിക്കാനൊക്കെ പോവാ, അതോ വരുന്നില്ല ഞാൻ പാട്ട് പഠിച്ചേച്ചേ വരത്തുള്ളൂ എന്ന് പറയോ? അങ്ങനെയല്ല, ഞാൻ 4 ദിവസം ഫുൾ പ്രാക്ടീസ് ആയിരിക്കും, വേറെ എവിടെയും പോകത്തില്ല. അപ്പൊ 5ാമത്തെ പ്രോഗ്രാം കഴിഞ്ഞു പിന്നെയാണ് കൂട്ടുകാരുടെ കൂടെ നടക്കുന്നത്. പ്രോഗ്രാം കഴിഞ്ഞേച്ചേ കൊച്ചു പോകത്തുള്ളൂ. ഇതും വലിയൊരു ഉപദേശം തന്നെ കേട്ടോ. നമ്മൾ എല്ലാവരുടെ ലൈഫിലും ഇത് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഒരു കാര്യം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അതിനുള്ള പൂർണ്ണത എത്തിയതിന് ശേഷമേ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് ഇടപെടാൻ പാടുള്ളൂ അല്ലെ? അല്ലെങ്കിൽ ഒരു കയ്യിൽ ഒരു കാര്യം വെച്ച് ഇപ്പുറത്തെ കയ്യിൽ ഒരു കാര്യം വെച്ചാൽ രണ്ടും മുഴുകിയല്ല. അതാണ് ഏറ്റവും നല്ലത്. ഒന്നിൽ പൂർണ്ണമായി കോൺസെൻട്രേറ്റ് ചെയ്ത് അതാണ് ആ കുഞ്ഞിന്റെ ഫുൾ കോൺഫിഡൻസ് എന്ന് പറയുന്നത്.